പലിശയും കൊള്ളപ്പലിശയും കള്ളക്കച്ചവടവും ഊഹക്കച്ചവടവും എന്ന് തുടങ്ങി മനുഷ്യരെ പറ്റിക്കുക എന്നൊരു ഏർപ്പാടാവുകയും അതോടൊപ്പം തന്നെ കൊള്ളയടിക്കുക എന്നതൊരു ആവേശമായി ഉൾക്കൊണ്ടിരുന്ന ഒരു ജനതക്കിടയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. എങ്ങനെയും പണം സമ്പാദിക്കാം, എങ്ങനെയും പണം ചെലവഴിക്കാമെന്ന ധാർഷ്ട്യത്തോടെ പോയിരുന്ന ഒരു തലമുറയുടെ നടുവിൽ തലയുയർത്തി നിന്ന് സമ്പത്ത് സട്ടാവിൻ്റെതാണ് എന്നും അതിന്റെ കൈകാര്യകർത്തൃത്വം മാത്രമാണ് മനുഷ്യനെ പടച്ചറപ്പ് ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നും അതുകൊണ്ട് സമ്പാദിക്കുന്ന മാർഗം ഹലാലാകണമെന്നും വിഹിതമായ മാർഗത്തിലൂടെയോ സമ്പാദിക്കാവൂ എന്നും അതോടൊപ്പം തന്നെ വിഹിതമായ മാർഗത്തിലൂടെയോ സമ്പത്ത് ചെലവഴിക്കാവൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച് വല്ലാത്ത മാറ്റത്തിന് തിരികൊളുത്തുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയിൽ ആണ്ടുകടന്നിരുന്ന ഒരു ജനതയുടെ മുന്നിൽ തലയുയർത്തി നിന്ന് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പ്രഖ്യാപിച്ച് കച്ചവടം അനുവദിച്ച സട്ടാവ് പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും പലിശയിൽ ആണ്ടുകടന്നിരുന്ന ഒരു തലമുറയെ സമ്പൂർണമായും പരിവർത്തിപ്പിച്ചെടുത്ത് പലിശ എന്ന് കേട്ടാൽ തന്നെ അറപ്പുണ്ടാകുന്ന രീതിയിൽ പലിശയുമായിട്ടുള്ള സകല ബന്ധങ്ങളും വലിച്ചെറിഞ്ഞ് സംശുദ്ധമായ സാമ്പത്തിക ജീവിതം നയിക്കുന്ന ഒരു ഉത്തമ തലമുറയെ വാർത്തെടുത്തില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുൽ ലിൽ മുതഫഫീൻ എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന, പഴയത് അടിയിൽ വെച്ച് പുതിയത് മാത്രം പുറത്തു വെച്ച് തൂക്കി കൊടുക്കുമ്പോൾ പഴയതും പുതിയതും തൂക്കിയെടുത്ത് പണം വാരിക്കൂട്ടുന്ന വിശ്വാസവഞ്ചനത എന്ന കച്ചവട രംഗത്തെ ഇത്തരം വിശ്വാസവഞ്ചനയുടെ നെറുകേടുകൾക്കെതിരെ ശബ്ദിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്ത് സട്ടാവ് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധവും ബോധ്യവുമുള്ള സംശുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന, സംശുദ്ധമായ കച്ചവട ഇടപാടുകൾ നടത്തുന്ന ഒരു വലിയ തലമുറയെ തിരികൊളുത്താൻ വളർത്തിയെടുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ അത്ര മാറ്റം ഈ രംഗത്ത് മറ്റാരാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ അന്വേഷിക്കണം. മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന്, അറേബ്യൻ ഉപദ്വീപിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലാക്കി കച്ചവട രംഗവുമായി കടന്നു വന്ന മുസ്ലിങ്ങളുടെ കച്ചവട രംഗത്തെ സൂക്ഷ്മതയും ആ രംഗത്തുള്ള വിശ്വാസ്യതയും ആ രംഗത്തുള്ള നന്മയിൽ അധിഷ്ഠിതമായ നിലപാടും കണ്ടുകൊണ്ടാണ് ലോകം അത്ഭുതത്തോടെ ഇവരെ ഇത്രമേൽ സംശുദ്ധമായ കച്ചവട സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പ്രേരണമായ ആശയമെന്താണ്, ആദർശമെന്താണ് എന്ന് ലോകം ഉറ്റുനോക്കുകയും ആശയത്തെ, ആദർശത്തെ തങ്ങളുടെ ആശയമായി ആദർശമായി ലോകം സ്വീകരിച്ചു എന്നതല്ലേ സത്യം. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ മഹാനവയുഗ ശില്പിയല്ലേ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഏതേത് രംഗങ്ങൾ എടുത്താലും മാറ്റത്തിന് തിരികൊളുത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാർമ്മിക സദാചാര രംഗം കുത്തഴിഞ്ഞതായിരുന്നില്ലേ ജാഹിലിയ്യ കാലഘട്ടം? വ്യഭിചാരം വ്യാപകമായിരുന്നു. വ്യഭിചാരം വ്യാപകമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും അരുത്, വ്യഭിചരിക്കരുത് എന്നല്ല, അടുക്കുക പോലും അരുത് എന്ന് പറയുകയും വ്യഭിചാരത്തിലേക്ക് പോകാനുള്ള സകല സാധ്യതകളുടെയും അടിവേരുകൾ അറുത്ത് വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കാത്ത സംശുദ്ധമായ വ്യക്തി ജീവിതവും അതേ ലൈംഗിക ജീവിതവും നയിക്കുന്ന ഒരു വലിയ തലമുറയെ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയേണ്ടതുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മാറ്റം വല്ലാത്ത മാറ്റമാണ്. തോന്നിവാസങ്ങളിൽ മുഴുകിയിരുന്ന ഒരു ജനതക്കിടയിലേക്ക് കടന്നു ചെന്ന് വൈവാഹിക ജീവിതത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും സംസാരിച്ച് അത് സട്ടാവ് പഠിപ്പിച്ച ശ്രദ്ധേയമായ കരാറാണെന്നും ആ ദാമ്പത്യ കരാറ് പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും വിവാഹം എന്നത്, വൈവാഹിക ജീവിതം എന്നത് സട്ടാവിന്റെ അനുഗ്രഹമാണെന്നും ദമ്പതികൾ തമ്മിലുള്ള പ്രേമവും ഇഷ്ടവും സ്നേഹവും അതുവഴി സാധ്യമാകുന്ന സമാധാനവും അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണെന്നും ലോകത്തോട് സംസാരിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുക മാത്രമല്ല, സംശുദ്ധമായ വിശുദ്ധമായ മാതൃകാ ദാമ്പത്യ ജീവിതത്തെ ലോകത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് അവിടെയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയതമനെ കുറിച്ച് പറയുന്ന വർത്തമാനം അവിടെയാണ് പ്രസക്തമാകുന്നത്. കാന ഖുൽഖുൽ ഖുർആൻ, എന്റെ പ്രിയതമന്റെ സ്വഭാവം ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞ സകല നന്മകളുടെയും സംഗമ കേന്ദ്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ആരാണ് ഉത്തമൻ? തന്റെ ഇണയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണ് ഉത്തമൻ എങ്കിൽ ഭാര്യമാരോട് ചോദിച്ചാൽ അറിയാം നമ്മൾ എത്രമേൽ ഉത്തമരാണ് എന്ന്. ലോകത്തോട്, ഒരുപക്ഷെ ലോകത്തിന്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ മികച്ചവരാകാം. എന്നാൽ നമ്മുടെ നിലയും നിലവാരവും അറിയണമെങ്കിൽ ഭാര്യമാരോട് ചോദിക്കണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അദ്ദേഹത്തിന്റെ ഭാര്യമാരാണ് അദ്ദേഹത്തെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങൾ കണ്ട മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ, ഞങ്ങളുടെ പ്രിയതമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾ നോക്കി, ഭാര്യമാരെ കേവലം ഒരു ഉപകരണം മാത്രമായി കണ്ടിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് മാറി എങ്ങനെയാണ് സ്നേഹോഷ്മളമായ ദാമ്പത്യ ജീവിതം നയിക്കുക എന്ന് ലോകത്തിന് കാണിച്ചു തന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹുമായി ഓട്ടമത്സരം നടത്തി ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ ചിത്രങ്ങൾ ലോകത്തിന് പകർന്നു നൽകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ഒരാൾ ചോദിച്ചു, അംർ ഇബ്നു ആസ്, താങ്കൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? പ്രവാചകന്റെ മറുപടി, അതെ, എന്റെ ആയിഷയോടാണ് എനിക്കിഷ്ടമെന്ന്. തന്റെ ഇഷ്ടത്തെ ആയിഷ ബിവിയോട് തുറന്നു പറയുകയും ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുള്ള ഇഷ്ടം ഇണകളോട് തുറന്നു പറയണമെന്നും ആ സ്നേഹം പകർന്നു നൽകണമെന്നും പഠിപ്പിച്ച ഒരു സുന്ദരമായ ദാമ്പത്യ ജീവിതത്തിന്റെ വരികളും വർത്തമാനങ്ങളും നമുക്ക് ആ പ്രവാചക ജീവിതത്തിൽ കാണാം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ മെൻസ്ട്രേഷൻ പീരീഡിൽ, ആർത്തവകാല പീരീഡിൽ സ്ത്രീകൾ ജനലും വാതലും അടച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലമായിരുന്നു ജാഹിലിയ കാലം. അവരുടെ അടുക്കലേക്കൊന്നും പോവില്ല, ഒന്ന് തൊടുക പോലുമില്ല, പൂർണ്ണമായും അവഗണിച്ചിരുന്ന ഒരു സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എന്റെ മെൻസ്ട്രേഷൻ പീരീഡിലാണെങ്കിൽ പോലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, തോൽസഞ്ചിയിൽ നിന്ന് ഞാൻ ചുണ്ടുവെച്ച് വെള്ളം കുടിച്ചാൽ എന്റെ ചുണ്ടുവെച്ച അതേ ഭാഗത്ത്, ആ തോൽപാത്രത്തിന്റെ അതേ ഭാഗത്ത് തന്റെ ചുണ്ടുകൾ വെച്ച് എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കുമായിരുന്നു എന്ന്. ഞാൻ കടിച്ച എന്റെ ചുണ്ടുകൊണ്ടും വായ കൊണ്ടും പല്ലുകൊണ്ടും ഞാൻ കടിച്ചു വലിച്ച മാംസത്തിന്റെ ബാക്കി ഭാഗം ഞാൻ എന്റെ പല്ല് വെച്ച അതേ ഭാഗത്ത്, ചുണ്ടു വെച്ച അതേ ഭാഗത്ത് കടിച്ച് ഞാൻ കടിച്ചു വലിച്ച മാംസത്തിന്റെ ബാക്കി മാംസ കഷ്ണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൻ കഴിക്കുമായിരുന്നു എന്ന്. അത്രമേൽ സമ്പൂർണമായ സംതൃപ്തമായ ദാമ്പത്യ ജീവിതം ലോകത്തിന് കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ചില ആളുകൾ പുഴുക്കുത്തുകൾ ആരോപിക്കുന്നത്. ആയിഷ ബീവിയുടെ പ്രായത്തെ കുറിച്ചാണ് ഇവർ കാവലാതി. ഈ പറയുന്ന ആളുകൾ തങ്ങളുടെ മതകേന്ദ്രങ്ങളെ ഒന്ന് പരതി നോക്കുന്നുവെങ്കിൽ അവർ ഈ വർത്തമാനം പറയില്ല, അവർക്ക് ഈ വർത്തമാനം പറയാൻ കഴിയില്ല. പിന്നെ യുക്തിവാദികൾ, അവർക്ക് വിവാഹം എന്ന കരാറിന് തന്നെ പ്രസക്തിയില്ല, മൃഗരതിയാകാം, അതിനെന്താണ് പ്രശ്നം എന്നാണ് കേരളത്തിലെ യുക്തിവാദികൾ വരെ ചോദിക്കുന്നത്. കോഴിക്കോട് വമ്പൻ സ്റ്റേജ് കെട്ടി അവർ പറഞ്ഞത്, അതെ, അഗമ്യ ഗമനമാകാം, മാതാവിനും മകനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പിതാവും മകളും തമ്മിൽ സെക്സിൽ ഏർപ്പെടാം, ആങ്ങളെയും പെങ്ങളും തമ്മിലാകാം, അതിനെന്താണ് പ്രശ്നം? അത് അവനവന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് സാക്ഷര കേരളത്തിന്റെ മണ്ണിൽ പച്ചക്ക് തോന്നിവാസം പറയുന്ന ഇവർക്ക് എന്തധികാരവും അവകാശവുമാണുള്ളത്? സംതൃപ്തമായ ദാമ്പത്യ ജീവിതം ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടാൻ ആയിഷ ബീവിക്ക് വേണ്ടി കള്ള കണ്ണീരൊഴുക്കുകയാണ് ഇവർ. ആയിഷ ബീവി പറയുകയാണ്, ഞാൻ സൗഭാഗ്യവതിയാണ്, ഞാൻ അനുഗ്രഹീതയാണ്, എന്റെ പ്രിയതമന്റെ പ്രിയപ്പെട്ടവളാകാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന്. ഈ ലോകത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവൻ വിട പറയുന്നതിന് മുമ്പ് എന്റെയും എന്റെ പ്രിയപ്പെട്ടവന്റെയും ഉമിനീരുകൾ കൂടിച്ചേരുവാനുള്ള അവസരം വരെ ഞങ്ങൾക്കുണ്ടായി എന്ന് വല്ലാതെ ആ സുന്ദരമായ ദാമ്പത്യ ജീവിതത്തെ ഓർത്തെടുക്കുകയാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ തന്നെ കാണാൻ വന്ന തന്റെ അനുചരന്റെ കയ്യിലേക്കൊന്ന് നോക്കി. അദ്ദേഹത്തിന്റെ കയ്യിൽ അറബികൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന മിസ്വാക്കിന്റെ അറാക്കിന്റെ കൊള്ളി കണ്ടു. തന്റെ ഭർത്താവിന്റെ ഒരൊറ്റ നോട്ടത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ ആ മിസ്വാക്കിന്റെ അറാക്കിന്റെ കൊള്ളി വാങ്ങിച്ച് അതിന്റെ മറ്റേ തല കടിച്ചു മൃദുലമാക്കി തന്റെ നെഞ്ചിലേക്ക് തന്റെ പ്രിയതമനെ ചേർത്തിയിരുത്ത് പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുകയാണ്, ദന്തശുദ്ധീകരണം നടത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടാളുകളുടെയും ഉമിനീർ തുപ്പലുകൾ കൂടിച്ചേർന്നിട്ടുണ്ട്, അത് വല്ലാത്ത അനുഗ്രഹവും സൗഭാഗ്യവുമായി ഞാൻ കാണുന്നു എന്നാണ്. തന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തമാണ് എല്ലാ അർത്ഥത്തിലും ആയിഷ ബീവി. ആ ആയിഷ ബീവിക്ക് വേണ്ടി കള്ള കണ്ണീരൊടുക്കുന്ന ഈ കള്ള മുതലകളെ നമ്മൾ തിരിച്ചറിയണമെന്നേ നമുക്ക് വർത്തമാനം പറയാനുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും സംതൃപ്തമായ ജീവിതമായിരുന്നു. ആ സംതൃപ്തമായ ജീവിതത്തിൽ നിന്ന് ഒരു പുഴുക്കുത്തും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരിത്തരത്തിൽ പ്രായത്തിലുള്ള വർത്തമാനങ്ങളും പറഞ്ഞ് ആയിഷ ബീവിക്കില്ലാത്ത പരാതി, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്ത അബൂബക്കറിനില്ലാത്ത വാപ്പാക്കില്ലാത്ത പരാതി
മാതാവിനില്ലാത്ത പരാതി, ആ നാട്ടുകാരായ ഒരാൾക്കുമില്ലാത്ത പരാതി, പ്രവാചകന്റെ അനുയായികൾക്കോ ബദ്ധവൈരികൾക്കോ ശത്രുക്കൾക്കോ ഇല്ലാതിരുന്ന പരാതി, 19 നൂറ്റാണ്ട് വരെയും ആരും ഉന്നയിക്കാത്ത പരാതിയും പരിഭവവുമാണ് ഇപ്പോൾ മെനഞ്ഞെടുത്ത് ചില ആളുകൾ വെറുപ്പിന്റെ പ്രചരണം നടത്തുന്നത്. ഇവരുടെ ലക്ഷ്യം വിമർശനമല്ല, മറിച്ച് കരിവാരിത്തേക്കലാണ്, ഇകഴ്ത്തലാണ്. ഇവരുടെ ചിന്തകളിൽ ഒരംശം പോലും നന്മയില്ല, ദുഷ്ടലാക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് മുന്നിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കേവലം പ്രസ്താവനകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം കാരിക്കേച്ചറുകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം കാർട്ടൂണുകളുടെ വരകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം ഫലിത തമാശകൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം ഗണ്ണന പ്രഭാഷണങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ കേവലം എഴുത്തുകുത്തുകൾ കൊണ്ടോ ജ്വലിച്ചു നിൽക്കുന്ന ഈ മഹിതമായ ജീവിതത്തിൽ ഒരു പോറൽ പോലും നിങ്ങൾ കേൾപ്പിക്കാൻ കഴിയില്ല. അതേസമയം നിങ്ങളുടെ തലച്ചോറ് ഒന്ന് തുറന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്ന് പ്രവാചക ജീവിതത്തെ നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ചീത്ത പറയുന്ന ഈ നാവുകൾ കൊണ്ട് ആ പ്രവാചക ജീവിതത്തെ ഒന്ന് അന്വേഷിക്കൂ. എന്നിട്ട് നിങ്ങളുടെ നാവുകൾ ചലിപ്പിക്കൂ. നിങ്ങൾ എഴുതുന്ന പേനത്തുമ്പുകൾ 1 മിനിറ്റ് താഴെ വെക്കൂ. എന്നിട്ട് പ്രവാചക ജീവിതത്തെ വെറുതെ ഒന്ന് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അങ്ങനെ ശ്രമിച്ചവരെല്ലാം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ ജീവിതത്തെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, മെർമെഡ്യൂക്ക് പിക്താൾ ഓറിയന്റലിസ്റ്റ് ചിന്തകനാണ്, അമ്പം ബുദ്ധിജീവിയാണ്. അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് കള്ളപ്രവാചകനാണ്, ഖുർആൻ അത് മുഹമ്മദിന്റെ രചനയാണ്, അത് ദൈവികമൊന്നുമല്ല, ഖുർആനിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പണിയെടുത്തത് ആദ്യം അറബി ഭാഷ പഠിക്കാനാണ്. അറബി ഭാഷ പഠിച്ച് അതിന്റെ നഹ്വും സർഫും വ്യാകരണ നിയമങ്ങളും ആഴത്തിൽ പഠിച്ച് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതാൻ അദ്ദേഹം തയ്യാറാകുന്നു. എന്നിട്ട് ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തന്റെ എല്ലാ അർത്ഥത്തിലുള്ള ശ്രമങ്ങളും നടത്തിയത്. പക്ഷേ അറബി ഭാഷ പഠിച്ച് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതുക വഴി ലോകത്ത് ഇത് അബദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യൻ, മുഹമ്മദ് എന്ന പേര് തന്നെ എനിക്ക് അറപ്പാണ്, കേട്ട ദേഷ്യം വരും എന്ന് പറഞ്ഞ ഈ മെർമെഡ്യൂക്ക് പിക്താൾ ഒടുവിൽ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ നിർവഹണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകവേ അതിന്റെ വരികൾക്ക് മുന്നിൽ അത്ഭുതപ്പെട്ടു നിന്നു, ആ വരികൾക്ക് മുന്നിൽ തരിച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിൽ വൈരുദ്ധ്യങ്ങളില്ലല്ലോ, ഇതിൽ തകരാറുകളില്ലല്ലോ, ഇതിൽ ഒരർത്ഥത്തിലുള്ള പാളിച്ചകളുമില്ലല്ലോ, ഇത് ഉന്നതമാണ്, അത്ഭുതമാണ്, ഇത് സത്താവിന്റെ വരികൾ തന്നെ, ഇത് ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകിയ മുഹമ്മദ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പായിരുന്നു, എനിക്ക് അറപ്പായിരുന്നു. ഒടുവിൽ അദ്ദേഹം മുഹമ്മദ് എന്ന ഉന്നതമായ പേരിനെ തന്റെ പേരായി സ്വീകരിച്ചു. മെർമെഡ്യൂക്ക് പിക്താൾ, മുഹമ്മദ് മെർമെഡ്യൂക്ക് പിക്താൾ. ആ എന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ പേരായി ലോകത്തിന്റെ മഹാപ്രവാചകന്റെ പേരിനെ ഞാൻ എന്റെ പേരായി സ്വീകരിക്കുന്നു എന്ന്. ഇതാണ് മാറ്റം. പ്രവാചകനെ തെറി പറഞ്ഞ നാവുകൾ കൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയിപ്പിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് ഒരുക്കേണ്ടത്. അതല്ലാതെ അവരുടെ നാവ് മുറിക്കലും തലവെട്ടലും കൈമുറിക്കലും പെരടിവെട്ടലും അല്ല, അത് പ്രവാചക അധ്യാപനവുമല്ല. പ്രവാചകനെ മക്കയിലെ തെരുവുകളിൽ തെറി പറഞ്ഞു നടന്നയാളാണ് സുഹൈൽ ബിൻ അംർ. ആ സുഹൈൽ ബിൻ അംറിനെ ബദറിൽ പിടിക്കപ്പെട്ട തടവുപുള്ളിയായി പിടിക്കപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊല്ലണം സുഹൈലിനെ. അത്രമേൽ പ്രവാചകരെ താങ്കളെ തെറി പറഞ്ഞിട്ടുണ്ട് ഇവനെ വെറുതെ വിട്ടാൽ ഇനിയും അങ്ങയെ തെറി വിളിച്ച് തെറി പ്രഭാഷണങ്ങൾ കൊണ്ട് മക്കയെ ജാഗരം കൊള്ളിപ്പിക്കും, ഇവൻ വെറുതെ വിടരുതേ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇല്ല, ഞാൻ കൊല്ലില്ല, ഞാൻ അദ്ദേഹത്തെ വധിക്കില്ല. ചുരുങ്ങിയത് അവന്റെ മുന്നിലെ 2 പല്ലെങ്കിലും തല്ലിക്കൊഴിക്കണമെന്ന് പലവട്ടം ആവർത്തിച്ചു സുഹൈൽ ബിൻ അംർ. നബി പറഞ്ഞു, ഇല്ല ഉമർ, ഞാൻ ചെയ്യില്ല. നിന്റെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച ഈ സുഹൈൽ ബിൻ അംറിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാമെന്ന്. അതൊരു പ്രവചനമായിരുന്നു. പ്രവാചകനെ തെറി വിളിച്ച് പ്രഭാഷണം നടത്തിയ സുഹൈലിൽ മാറ്റമുണ്ടാകുന്നു. സുഹൈൽ ബിൻ അംർ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നു. തെറി വിളിച്ച അതേ നാവുകൊണ്ട് മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും നന്മയുടെ നിറകുടമാണെന്നും മക്കയിലെ ഓരോ കവലകളിലും തെരുവുകളിലും അറേബ്യൻ ഉപദ്വീപിന്റെ കോണുകളിലും അദ്ദേഹം പ്രവാചകന്റെ നന്മയെ, പ്രവാചകൻ പഠിപ്പിച്ച നന്മയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന രീതിയിൽ വല്ലാത്ത മാറ്റത്തിന് വിധേയമാകുന്നു. ഇതാണ് ഇസ്ലാം. പ്രവാചകന് വെറുപ്പായിരുന്നു. സുമാമത്ത് ബിൻ ഉസാൽ, യമാമയിലെ ഭരണാധികാരി, പ്രവാചകനെ അപകടപ്പെടുത്താൻ പരിശ്രമിച്ചയാൾ, മദീന എന്ന രാഷ്ട്ര സംവിധാനത്തെ തകർക്കാൻ പണിയെടുത്തയാൾ. ഒടുവിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു, പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ ബന്ദിയാക്കപ്പെട്ടു.
പ്രവാചകന്റെ മുന്നിൽ ദിവസങ്ങളോളം. ഒടുവിൽ പ്രവാചകൻ അദ്ദേഹത്തിന് മാപ്പ് നൽകി വെറുതെ വിട്ടു. ശിക്ഷിച്ചില്ല, അടിച്ചില്ല, ഇടിച്ചില്ല, ഒരു വിരലുകൊണ്ടൊന്ന് കുത്തിനോവിക്കുക പോലും ചെയ്തില്ല, വാക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുക പോലും ചെയ്തില്ല. താങ്കൾക്ക് പോകാം, താങ്കളുടെ രാജ്യത്തിലേക്ക്, നാട്ടിലേക്ക്, താങ്കൾ സ്വതന്ത്രനാണ്, നിർഭയനായി തിരിച്ചുപോയിക്കൊള്ളൂ എന്ന് സുമാമത്ത് ബിൻ ഉസാൽ പോകുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന നിൽപ്പിൽ പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തൊരു പേരുണ്ടെങ്കിൽ അത് താങ്കളുടെ പേരായിരുന്നു. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തൊരു പട്ടണമുണ്ടെങ്കിൽ അത് ഈ മദീനയായിരുന്നു. എന്നാൽ ഞാനിതാ പറയുന്നു, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശവും മതവും ഉണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഇന്ന് ഞാൻ എന്നേക്കാൾ കൂടുതൽ ലോകത്ത് ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് അങ്ങയാണ്. അങ്ങയാണ് എനിക്കിഷ്ടം. എന്നേക്കാൾ ഇഷ്ടമാണ് എനിക്ക് താങ്കളെ, എന്നേക്കാൾ ഇഷ്ടമാണ് താങ്കളെ. കാരണം കാണുകയായിരുന്നു സുമാമ ആ ജീവിതത്തെ, കേൾക്കുകയായിരുന്നു സുമാമ ആ ശബ്ദത്തെ, സാക്ഷ്യം വഹിക്കുകയായിരുന്നു സുമാമ ആ നന്മയുടെ നിറകുടമായ മഹാപ്രവാചകനെ. അതെ, ഇതാണ് മാറ്റം സഹോദരങ്ങളെ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിക്കുന്നവരോട് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് വായിക്കൂ, ഒന്ന് അന്വേഷിക്കൂ. പേനത്തുമ്പുകൾ ചലിപ്പിക്കുന്നവരോട് ഒരു മിനിറ്റ് പേന താഴെ വെക്കൂ. കാരിക്കേച്ചറുകൾ വരയ്ക്കുന്നവരോട് ഒരു മിനിറ്റ് നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കൂ. എന്നിട്ടൊന്ന് അന്വേഷിക്കൂ, വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. നിങ്ങളെ അത്ഭുതപ്പെടുത്തും ആ ജീവിതം, നിങ്ങളെ അത്ഭുതപ്പെടുത്തും ജീവിതം. ഞാൻ പറയുന്നത് സ്റ്റാൻലി ലൈൻ പൂൾ പറഞ്ഞ ചില വർത്തമാനങ്ങളാണ്. മുഹമ്മദ് നബിയെ കണ്ടുമുട്ടാൻ ഇടയായ ഏതൊരു മനുഷ്യനും അദ്ദേഹത്തോട് അതിയായ താല്പര്യവും ആദരവും ഉള്ളവനായി തീരും. അദ്ദേഹത്തിന്റെ മൊഴികൾ കേൾക്കാൻ ഇടയായ ഏതൊരുത്തനും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ആ സംസാരത്തിന്റെ മുന്നിൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ലോകം കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും സമ്പൂർണനും മഹത് വ്യക്തിത്വവുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹിസ്റ്ററി ഓഫ് അറേബ്യ എന്ന ശ്രദ്ധേയമായ തന്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ തുറന്നു പറയുകയാണ്. ആരെങ്കിലും ഹൃദയം തുറന്ന് പ്രവാചക ജീവിതത്തെ കേട്ടാൽ, അറിയാനും അന്വേഷിക്കാനും ശ്രമിച്ചാൽ ആരും ഇഷ്ടപ്പെട്ടു പോകും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, ആ ഉന്നതമായ പ്രവാചകനെ എന്ന് ചുരുക്കം സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അറിയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ടതും വായിക്കേണ്ടതും പഠിക്കേണ്ടതും മീഡിയകളിൽ നിന്നല്ല, ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാരുടെ വികല വർത്തമാനങ്ങളിൽ നിന്നല്ല, എത്തിസ്റ്റുകളും ഫാസിസ്റ്റുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ പ്രചരണ വർത്തമാനങ്ങളിൽ നിന്നല്ല, മറിച്ച് ഖുർആനിൽ നിന്നും അതിന്റെ വിശദീകരണമായ പ്രവാചക ജീവിതത്തിൽ നിന്നും നേർക്കുനേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വായിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ശ്രമിക്കാം. ലോകം കണ്ട നന്മയുടെ നീതി തുളുമ്പുന്ന ഭരണാധികാരിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള യഹൂദ ഗോത്രങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്നു. എന്താണ് കരാറ്? നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ പുനഃസംവിധാനത്തിന് വേണ്ടി പണിയെടുക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. മദീനയെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ മദീനയിലെ പ്രജകൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മദീനയെ സംരക്ഷിക്കണം. മദീനയുടെ സാമ്പത്തികമായ, മദീനയുടെ എല്ലാ അർത്ഥത്തിലുള്ള ഔന്നത്യത്തിന് വേണ്ടി നമ്മൾ കൈകളോട് കൈകൾ ചേർത്ത് പ്രവർത്തിക്കണം. നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസ, ആചാര, അനുഷ്ഠാന കർമ്മങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്കിടയിലുള്ള വിധി തീർപ്പ് കൽപ്പിക്കുക മതപരമായി നിങ്ങളുടെ വേദപ്രമാണങ്ങൾക്കനുസരിച്ചായിരിക്കും. അതേസമയം മദീന എന്ന രാഷ്ട്രത്തിന്റെ പൊതുവായ കേസുകളിൽ രാഷ്ട്രത്തിന് സുസ്ഥിതിക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള സമീപനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഒരുമിച്ച് പോകാം എന്ന സുന്ദരമായ ഒരു ഇതര മതസമൂഹം, വ്യത്യസ്ത മതസമൂഹങ്ങളുള്ള ഒരു രാഷ്ട്ര സംവിധാനം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് കാണിച്ചു തന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള സമൂഹം ഒന്നടങ്കം പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് നീതിമാനാണ് മുഹമ്മദ്, നീതിമാനാണ് മുഹമ്മദ്, നീതിമാനാണ് മുഹമ്മദ് എന്ന്. നിങ്ങൾ നോക്കി, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത ഗോത്രങ്ങളെ ചരിത്രകാരന്മാർ പറയുന്നത് 270ഓളം ഗോത്ര സമൂഹത്തെ ഒരുമിച്ച് ചേർത്തി നിർത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുസ്ഥിതമായ സമാധാനപൂർണമായ ഒരു സംവിധാനം നിലനിർത്തുവാൻ വേണ്ടി. നിങ്ങൾ നോക്കി,
എത്ര ശ്രദ്ധേയമായ ഇടപെടലുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകം കണ്ട ഇത്രമേൽ നന്മയിൽ ജ്വലിച്ചു നിന്ന നീതിയിലധിഷ്ഠിതമായ ഭരണാധികാരം നടത്തിയ ഒരു ഭരണാധികാരിയെ ചരിത്രത്തിൽ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഒരു കൊട്ടാരമില്ല. രാജാക്കന്മാർക്ക് കൊട്ടാരങ്ങൾ ഉണ്ടാകും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ വാതിലിൽ മുട്ടിയ ഉമർ ഉറങ്ങുകയായിരുന്നു. മുഹമ്മദ് നബി അദ്ദേഹം മേൽവസ്ത്രം ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റിരുന്നപ്പോ ഈത്തപ്പന പട്ടയിൽ കിടന്നിട്ട് അതിന്റെ പട്ടയുടെ അടയാളങ്ങൾ ശരീരത്തിലെ ചുവന്ന വരകൾ തീർത്തപ്പോ പ്രവാചകന്റെ അനുചരൻ ഉമർ ബിൻ ഖത്താബ് കരഞ്ഞു. ലോകത്തിന്റെ ഭരണാധികാരി, ഈ ഈ ശ്രദ്ധേയമായ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അധിപൻ ഒരു ഈത്തപ്പന പട്ടയിൽ കിടന്ന് നിവർന്ന് എഴുന്നേറ്റ് നിന്നാൽ തലമുട്ടുന്ന ഒരു വീട്ടിൽ മണൽത്തിട്ടയിൽ കിടന്ന് തോൽസഞ്ചിയും 2-3 പാത്രവും കുറച്ച് ബാർലിയും ഇത്തിരി ഗോതമ്പും ഏതാനും ഈത്തപ്പഴങ്ങളും കുടിവെള്ളവും മാത്രമുള്ള ഒരു വീട്ടിൽ ലോകത്തെ നന്മയിൽ അധിഷ്ഠിതമായി ഭരണം നടത്തുമ്പോൾ പ്രവാചകന്റെ മേലിലുള്ള ഈ അടയാളങ്ങൾ കണ്ട് ഉമറിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമർ പറഞ്ഞു, നബിയെ, അങ്ങ് എന്റെ കണ്ണുകൾ നിറയുന്നു. അന്നത്തെ വമ്പൻ സാമ്രാജ്യത്തിന്റെ ഉടമകളായ കിസ്റും കൈസറും പേർഷ്യയും റോമുമെല്ലാം അധികാരത്തിന്റെ സുഗലോലുപതയിലാണ്. അങ്ങൊന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അങ്ങേക്കും അത് സാധ്യമാകുമല്ലോ. ഇല്ല ഉമർ, അവർക്കെല്ലാം ഈ ഭൗതിക ലോകവും നമ്മൾ ലക്ഷ്യമിടുന്നത് മരണാനന്തര ജീവിതവുമാണെന്ന് ഉമറെ നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഉമർ ബിൻ ഖത്താബിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതിമാനായ ഭരണാധികാരിക്ക് കൊട്ടാരമില്ല, വമ്പൻ രാജദർബാറുകളും സദസ്സുകളുമില്ല, വലിയ പട്ടിന്റെ സ്വർണത്തിന്റെ ഉടയാടങ്ങളും ആഭരണങ്ങളുമില്ല. മറിച്ച് സാധാരണക്കാരനായി ആളുകൾക്കിടയിലൂടെ നടന്ന് ആളുകളിൽ ഒരുവനായി ജീവിച്ച് അവർക്ക് ഇഷ്ടവും സ്നേഹവും പകർന്നു നൽകി, അവരെ സ്നേഹിച്ച് അവർക്ക് വഴി കാണിച്ച് അവർക്ക് വെളിച്ചമായി പോയപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ ലോകം തരിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ അനുചരന്മാരും എന്തു പറയണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാനാവാതെ തരിച്ചു നിന്നുപോയ വല്ലാത്തൊരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രമേൽ ഇഷ്ടമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ജനത്തിന് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതെ, അന്നത്തെ വമ്പൻ രാജസദസ്സുകളിൽ പോലും ഹിർക്കൽ പോലും പറഞ്ഞത്, സ്വന്തം കാര്യത്തിൽ പോലും ഒരു നുണ പോലും പറയാത്ത, സ്വന്തം കാര്യത്തിൽ പോലും നുണ പറയാത്ത ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ നുണ പറയുമെന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഹമ്മദ് കള്ളമല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയം, ഞാൻ ഭരിക്കുന്ന ഈ രാജസിംഹാസനത്തിന്റെ ചുവട് വരെ എത്തുമെന്നത് ഹിർക്കലിന്റെ ദീർഘവീക്ഷണമാണ്. നജാശി രാജാവും പറഞ്ഞത് അത് തന്നെയാണ്. മുൻ പ്രവാചകന്മാർ ഈസാ മസീഹ്, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച അതേ ആശയം തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് എന്ന പ്രവാചകനും ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകുന്നത് എന്നാണ്. അത് തന്നെയാണ് മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച, ലോകത്തിന്റെ സട്ടാവ് നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച മഹിതമായ ആശയം മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞത്. ആ സന്ദേശം ശുദ്ധ ഏകദൈവാരാധനയാണ്. ആ സന്ദേശം മാനവ സഹോദര്യമാണ്. ആ സന്ദേശം ധാർമ്മിക ജീവിതമാണ്. ആ സന്ദേശം നന്മയുടെ ജീവിതമാണ്. ആ സന്ദേശം സമാധാനത്തിൻ്റെതാണ്, തീവ്രവാദത്തിൻ്റെതല്ല, വർഗീയതയുടേതല്ല, ഭീകരതയുടേതല്ല, സങ്കുചിത ചിന്തയുടേതല്ല. മറിച്ച് നന്മയുടെയും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാ അർത്ഥത്തിലുള്ള മാനവരാക്ഷിയുടെ മോക്ഷത്തിനും ഇഹമര വിജയത്തിനും ഉതകുന്ന നന്മകളാണ്. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ ശ്രമിക്കുക നമ്മൾ. ഹൃദയം തുറന്ന പ്രവാചക ജീവിതത്തെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക നമ്മൾ. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും നബി നിന്ന പ്രയോഗങ്ങളും നടത്തുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഒരല്പസമയം നിങ്ങൾ പ്രവാചക ജീവിതത്തെ ഒന്ന് വായിച്ചു നോക്കൂ. ആ ശ്രദ്ധേയമായ ജീവിത താളുകളെ ഒന്ന് മറിച്ചു നോക്കൂ. ഒരു അല്പസമയം ആ ഉന്നതമായ ജീവിതത്തെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകൂ എന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ
ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ നിങ്ങൾ, എങ്കിൽ നിങ്ങൾക്ക് ഉപരിയിലുള്ള സട്ടാവിൽ നിന്നുള്ള കാരുണ്യം സാധ്യമാകുമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രൂരതയുടെ പര്യായമോ അതല്ല കാരുണ്യത്തിന്റെ നിറകുടമാണോ? ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു ചോരയില്ലാത്തവനാണോ അതല്ല കാരുണ്യത്തിന്റെ നിറകുടമാണോ? വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും സമമാവില്ല. തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ കഠിന ശത്രു പോലും ഉറ്റമിത്രമായി തീരുമെന്ന് പഠിപ്പിച്ച, അത് ജീവിതത്തിലൂടെ പ്രായോഗികവൽക്കരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയുടെ വക്താവാണോ അതല്ല നന്മയുടെ മഹാപ്രവാചകനാണോ? തന്റെ പിതൃവെന്റെ നെഞ്ചു കുത്തിക്കീറി കരൾ കടിച്ചെടുത്ത് ചവച്ചരച്ച് കാർക്കിച്ചു തുപ്പി അദ്ദേഹത്തിന്റെ വിരലുകൾ ഛേദിച്ച് ചെവിയും മൂക്കും ഛേദിച്ച് മാലകളായി തീർത്ത് കഴുത്തിലിട്ട ക്രൂരയായ ഹിന്ദിന് മാപ്പ് നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരദാഹിയോ അല്ല വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമോ? തന്നെ വധിക്കാനും തന്റെ അനുചരന്മാരെ വധിക്കാനും ഭക്ഷണത്തിൽ വിഷം വിളമ്പി തന്ന ജൂതവനിത, ആ ഭക്ഷണം കഴിച്ച് തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ ഉറ്റ അനുചരന്മാർ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും അവരെ കൊല്ലട്ടെ എന്ന അനുചരന്മാരുടെ ചോദ്യത്തിന് അരുത് അരുത് കൊല്ലരുത് എന്ന് പഠിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തദാഹിയാണോ അതല്ല മാപ്പിന്റെ വിട്ടുവീഴ്ചയുടെ സുന്ദരമായ മാതൃകാ ചിത്രമാണോ പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? വർഗീയതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയവാദിയാണോ അതല്ല മാനവ സാഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശം ജനമനസ്സുകൾക്ക് പകർന്നു നൽകിയവനാണോ? ഇന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫസാദൻ എന്ന് തുടങ്ങുന്ന ഇന്നഹു മൻ ഖതല നഫ്സൻ എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ ആയത്തുകളിലൂടെ നിരപരാധിയായ ഒരു മനുഷ്യനെ ആരെങ്കിലും അറുകൊല ചെയ്താൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് മാത്രമുള്ള അപരാധമാണ് അവൻ ചെയ്തത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രവാദിയാണോ അതല്ല സമാധാനകാംക്ഷിയാണോ? ഹുദൈബിയ സന്ധിയിൽ ആദ്യത്തെ കരാറിൽ 10 വർഷം പരസ്പരം യുദ്ധം ചെയ്യില്ല എന്ന കരാറിൽ ആദ്യമായി ഒപ്പുചാർത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനാണോ അതല്ല സമാധാന പ്രേമിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. തന്റെ മകളാണ് ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ നീതിയുക്തമായി എന്റെ മകളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന നീതിയുടെ പ്രഖ്യാപനം നടത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനീതിയുടെ വക്താവാണോ? സ്വജനപക്ഷപാതിയാണോ അതല്ല നന്മയുടെ നീതിയുടെ ഉന്നതമായ മാതൃകാ ജീവിതമാണോ പ്രവാചകന്റേത് എന്ന് നമ്മൾ അന്വേഷിക്കണം. അഭയാർത്ഥികൾ അറുകൊല ചെയ്തിരുന്ന ഒരു കാലഘട്ടം, അഭയാർത്ഥികൾക്ക് അഭയം നൽകണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയാർത്ഥികളെ ക്രൂരമായി കൊന്നൊടുക്കിയവനാണോ അതല്ല അഭയാർത്ഥികൾക്ക് അഭയം നൽകിയവനാണോ? അയൽക്കാരനുണ്ടെങ്കിൽ അവൻ പട്ടിണിയിലാണെങ്കിൽ വയറ് നിറച്ച് തിന്നുന്നവൻ മുസ്ലിം അല്ലെന്നും അവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്ക ബന്ധങ്ങളെ പിച്ചു ചീന്തിയവനാണോ അല്ല അയൽപക്ക ബന്ധങ്ങളെ ഊഷ്മളമാക്കി നിലനിർത്തിയവനാണോ? നമ്മൾ അന്വേഷിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായൊരു ഏടാണ് ഹജ്ജത്തുൽ വിദായിൽ സുന്ദരമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. മനുഷ്യന്റെ ജീവന്, അവന്റെ സ്വത്തിന്, അവന്റെ അഭിമാനത്തിന് എല്ലാ അർത്ഥത്തിലുള്ള പരിഗണന ലഭിക്കണമെന്നും മനുഷ്യന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടരുത് എന്നും അവന്റെ സ്വത്ത്, അവന്റെ ജീവൻ എല്ലാ അർത്ഥത്തിനും ഉന്നതമായ പരിഗണനയുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള സംരക്ഷണത്തിന് വേണ്ടി അതേ തന്റെ അവസാന പ്രസംഗത്തിൽ പോലും സംസാരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം മാനവരാശിയുടെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടി താൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന നിമിഷങ്ങളിൽ വരെ മാനവരാശിക്ക് വേണ്ടി ഹൃദയം തുറഞ്ഞ സാരോപദേശങ്ങൾ നൽകി ഈ ലോകത്തിന്റെ മുന്നിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ നന്മയുടെ നിറകുടമായ അതേ നവോത്ഥാന എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വലിയ മാറ്റത്തിന് തിരികൊളുത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കുക, നമ്മൾ അറിയുക, നമ്മൾ അന്വേഷിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പിന്നാലെ, ആരെങ്കിലും എന്തെങ്കിലും എഴുതിയതിന്റെ പിന്നാലെ, ആരെങ്കിലും എന്തെങ്കിലും വരച്ചതിന്റെ പിന്നാലെ, ആരെങ്കിലും എന്തെങ്കിലും വരുത്തി തീർക്കാൻ ശ്രമിച്ചതിന്റെ പിന്നാലെ പോയി പോകാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയം തുറന്ന് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാകണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശം രീതിയിൽ ചിത്രീകരണം മലയാള മണ്ണിൽ വരെ നടത്തിയപ്പോ കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രവർത്തകർ പ്രവാചകനെ അറിയുക എന്ന തലക്കെട്ടിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും പ്രവാചക ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്ന് തുടങ്ങി പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ ഏടുകളും ആ കാരുണ്യത്തിന്റെ ഉന്നതമായ ആ നന്മയുടെ ജീവിതത്തെ ഓരോ കോണുകളിലും, ഓരോ ഗ്രാമങ്ങളിലും, ഓരോ കവലകളിലും, ഓരോ ടൗണുകളിലും സുന്ദരമായി വിശദീകരിച്ചു കൊടുത്തു. അടുത്തു നിന്നും മാറി നിന്നും കേട്ട വ്യത്യസ്ത മതവിശ്വാസികളായ മലയാളത്തിലെ സഹോദരങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ, അവരിൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അവരെല്ലാം അടുത്തു നിന്നും മാറി നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടു. ആ കേട്ട ശ്രദ്ധേയമായ നന്മയുടെ നിറകുടമായ ആ ജീവിതത്തെ കേട്ട് ആ സഹോദരങ്ങളുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. അവര് പറഞ്ഞു, ഇത്രമേൽ നന്മയുടെ പൂർണ്ണ രൂപമാണോ മുഹമ്മദ്? ഇത്രമേൽ വിശുദ്ധനാണ് മുഹമ്മദ്? എത്ര നല്ല മനുഷ്യനാണ് മുഹമ്മദ്? ഇങ്ങനെയും നല്ല മനുഷ്യന്മാർ ലോകത്തുണ്ടായിട്ടുണ്ടോ? വല്ലാത്ത ജീവിതമാണത്, വല്ലാത്ത മാതൃകാ ജീവിതമാണത്. ആ പ്രവാചകനെ ഇകഴ്ത്തിക്കൊണ്ട് കാർട്ടൂണുകൾ വരച്ചത് ശരിയായില്ല, പ്രവാചകനെ കളിയാക്കിയത് ശരിയായില്ല. ആർക്കാണ് ഈ നന്മയുടെ മുത്തിനെ ഇങ്ങനെ കളിയാക്കാനാവുക, ഇങ്ങനെ ചീത്ത പറയാനാവുക എന്ന് കേരളത്തോട് സംസാരിച്ചതും ചോദിച്ചതും നമ്മുടെ അയൽക്കാരും കൂട്ടുകാരും നാട്ടുകാരുമായ നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളാണ്. മലയാളത്തിന്റെ മണ്ണ് അങ്ങനെയാണ്, മലയാളത്തിന്റെ മണ്ണ് അങ്ങനെയാണ്. നമ്മുടെ മനസ്സ് വെട്ടിമാറ്റാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. അനുവദിക്കരുത്. ഹൃദയ ബന്ധം നിലനിർത്തിക്കൊണ്ട്, സ്നേഹ സഹോദര ബന്ധങ്ങൾ ഊഷ്മളമാക്കി നിലനിർത്തിക്കൊണ്ട് നമുക്ക് പരസ്പരം പ്രമാണങ്ങൾ വെച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ സംവദിക്കാം, സംസാരിക്കാം, കേൾക്കാം, പറയാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കാരണവന്മാർ കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വഴികൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള സ്നേഹ സൗഹാർദ്ദ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമുക്ക് ഹൃദയങ്ങൾ തുറന്ന് സംസാരിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാൻ ശ്രമിക്കാം, പഠിക്കാൻ ശ്രമിക്കാം, അന്വേഷിക്കാൻ നമുക്ക്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പ്രദേശത്ത് ഈ ഉള്ളവന്റെ വർത്തമാനം അടുത്തു നിന്നും അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, KNM-നും ISM-നും MSM-നും MGM-നും പറയാനുള്ളത്, കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദിന് പറയുവാനുള്ളത്, ഒന്ന് കേൾക്കണമേ പ്രവാചകനെ, ഒന്ന് വായിക്കണമേ പ്രവാചകനെ, ഒന്ന് അറിയണമേ പ്രവാചകനെ. അറിഞ്ഞിട്ടും വായിച്ചിട്ടും നിങ്ങൾ വിമർശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ തെറി വിളിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ തെറി വിളിക്കരുത്. ഞങ്ങൾക്ക് വല്ലാതെ വേദനിക്കും. കാരണം ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവാചകനെ. ഞങ്ങളുടെ സ്വന്തം ഉമ്മയേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ മുത്തിനെ. ഞങ്ങളുടെ പിതാവിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ മുത്തിനെ. ഞങ്ങളുടെ സ്വന്തം മക്കളെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ എല്ലാമായ പ്രവാചകനെ. വിമർശിക്കൂ നിങ്ങൾ, മറുപടി പറയാം. ഏത് സമയത്തും മറുപടി പറയാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളുടെ ആയുസ് തീരും വരെ, ഞങ്ങളുടെ ശബ്ദം നിലക്കും വരെ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നത് വരെ, ആത്മാവ് വിട പറയുന്നത് വരെ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ തെറി വിളിക്കരുത് ഞങ്ങളുടെ മുത്തിനെ, ആക്ഷേപിക്കരുത് ഞങ്ങളുടെ പ്രവാചകനെ എന്ന് മാത്രമാണ് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നിയമപരമായി ഭരണഘടന അനുവദിക്കുന്ന മാർഗത്തിലൂടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയും സാധുതയും നിലനിൽക്കുന്ന ഈ കാലഘട്ടം ഇതിനെ സജീവമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
അതിനിടയിലുള്ള സംവാദങ്ങൾ സൃഷ്ടിപരമാകട്ടെ, നന്മയിൽ അധിഷ്ഠിതമായ ചർച്ചകൾ നടക്കട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാക്കുകളും വർത്തമാനങ്ങളും നിലപാടുകളും സമീപനങ്ങളും നമുക്ക് വലിച്ചെറിയാം. ഹൃദയം തുറന്ന് നമുക്ക് സംവദിക്കാം. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകങ്ങളുടെ സട്ടാവ് സത്യത്തെ സത്യമായി അറിയാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.